എന്നാൽ ചേട്ടാ ഈ കാര്യത്തിൽ എന്താ ഇത് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 6:30ക്കാണ് ഉണ്ടായിരിക്കുന്നത്. 5 മിനിറ്റിനുള്ളിൽ തന്നെ അതിൻ്റെ അറിയിപ്പ് കൊടുത്തിട്ടും അത് കെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സൗകര്യം റെയിൽവേയുടെ ഭാഗത്ത് ഇല്ല. ഫയർഫോഴ്സ് വന്നിട്ടാണ് ഇത് കെടുത്തുന്നതിന് ഉള്ള നടപടി സ്വീകരിച്ച് ഏകദേശം 300 വണ്ടികൾ കത്തിയെത്തിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോഴും ചില ഭാഗത്ത് തീ അണയാനുണ്ട്. പക്ഷേ ഏതാണ്ട് വലിയൊരു ശതമാനം അടച്ചു കഴിഞ്ഞു എന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി കഴിഞ്ഞു. ഈ ഷീറ്റ് കിടക്കുന്നതിന് പുറകിൽ ചില ഭാഗത്ത് ഒന്നുകൂടി പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധന നടത്തിയതിന് ശേഷം പൂർണ്ണമായും തീ അണയ്ക്കപ്പെടുമെന്നാണ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആപത്കരമായ ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ദൃശ്യങ്ങളിൽ ഒരു ഭാഗത്തും തീയുള്ളതായിട്ടൊന്നും തന്നെ കാണുന്നില്ല. ഷീറ്റിനടിയിൽ എവിടെയെങ്കിലും ചെറിയ രീതിയിൽ പുകയോ മറ്റോ ഉണ്ടെങ്കിൽ തന്നെ അല്പസമയത്തിനകം തീ അണയ്ക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സ്ഥിതി ഇപ്പോൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ജിൽസി. യെസ്, അപ്പോൾ ആശ്വാസകരമാണ്. തീ ഏതാണ്ട് പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഇനി അങ്ങിങ്ങായുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് നടരാജ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. അവിടെ നിരവധി ബൈക്കുകളാണത് പൂർണ്ണമായും കത്തിയമർന്ന നിലയിൽ കാണുന്നത്. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ തൃശ്ശൂരിന്റെ നഗര ഹൃദയ ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് ഈ തീപിടുത്തം ഉണ്ടായി എന്ന വിവരം കിട്ടി 5 മിനിറ്റിനകം തന്നെ ഫയർഫോഴ്സിന് അവിടെ എത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇത്രയെങ്കിലും അപകടത്തെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അവിടെ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഇനി മറ്റ് കാരണങ്ങളിലേക്ക്, എന്താണ് തീപിടുത്തത്തിന് കാരണം എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. നടരാജ്, ഈ പൊതുവെ ഇങ്ങനെ കണ്ടുവരുന്ന തീപിടുത്തം മിക്കപ്പോഴും അതൊരു ഷോർട്ട് സർക്യൂട്ടിൽ ൊക്കെയാണ് കാരണങ്ങൾ എത്തിച്ചേർന്ന് നിൽക്കുക. പക്ഷെ ഇവിടെ അത്തരത്തിലൊരു സാധ്യതയുണ്ടോ? എന്തായിരിക്കും ഇത്ര വലിയൊരു തീപിടുത്തത്തിന് കാരണമായത് എന്നുള്ള നിഗമനങ്ങളിലേക്ക് ഫയർഫോഴ്സ് അതിന്റെ ഒരു പ്രാഥമിക നിഗമനങ്ങളിലേക്ക് എത്തുന്നുണ്ടോ? പ്രാഥമിക നിഗമനങ്ങളെ കുറിച്ച് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥർ നമ്മളൊപ്പം ഉണ്ട്. അല്ല, ഇത് എന്തുകൊണ്ടായിരിക്കും ഷോർട്ട് സർക്യൂട്ട് ആണ്? എന്താണ് സർക്യൂട്ട് തോന്നുന്നത്? അവിടെ പുല്ലുണ്ടായിരുന്നു, വേനൽക്കാലമല്ലേ, ആ പുല്ല് കത്തിയതായിരിക്കും. നമ്മുടെ വിശ്വാസമാണ്. നമുക്ക് മറ്റു കാര്യങ്ങൾ അന്വേഷിക്കുന്നു. ഞങ്ങൾ പുതുക്കാട് സ്റ്റേഷനിലെ ക്രൂ ആണ്. ഞങ്ങൾക്ക് ഇന്ന് രാവിലെ 6:30ക്കാണ് ഈ വിവരം കിട്ടിയത്. പുതുക്കാടുള്ള യൂണിറ്റാണ് നമ്മൾ ചുറ്റുമുള്ള സ്റ്റേഷൻ യൂണിറ്റുകളിലെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പുതുക്കാട് യൂണിറ്റാണ്. ഫയർ എക്സ്റ്റിങ്ഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു സാർ? അത് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അതിൽ ആദ്യം വന്ന അവർക്ക് അറിയാൻ പറ്റും. തൃശ്ശൂർ യൂണിറ്റിന്റെ പരിധിയിലാണ് ഈ വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടക്കുന്നുണ്ട്. നമ്മൾ ഫയർ ഓഫീസറിൽ നിന്നും വരും മണിക്കൂറുകളിൽ ഇക്കാര്യത്തിലൊരു വ്യക്തത നമുക്ക് ലഭിക്കും. പക്ഷേ ജിൽസി പറഞ്ഞതുപോലെ തന്നെ പല സ്ഥലങ്ങളിലായി ഇത്തരത്തിൽ തീ പടരുന്ന സംഭവങ്ങൾ പല ഭാഗത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളത് എപ്പോഴും ആശങ്കാകരമായ കാര്യമാണ്. ഇന്ന് നടന്നത് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള വലിയൊരു അപകടമായിരുന്നു. പക്ഷേ നഗരമധ്യത്തിലായതുകൊണ്ടും അധികൃതരൊക്കെ തന്നെ ചുറ്റുമുള്ളതുകൊണ്ടും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കാനും പ്രശ്നം പരിഹരിക്കാനും കഴിഞ്ഞു. അതല്ലായിരുന്നെങ്കിൽ കുറച്ച് റൂറൽ ആയിട്ടുള്ള സ്ഥലത്തായിരുന്നെങ്കിൽ ഫയർഫോഴ്സിനും മറ്റും വരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ സ്ഥിതി മാറിയേനെ എന്നുള്ളതാണ് കാര്യം. തൃശ്ശൂർ നഗരമധ്യത്തിലായതുകൊണ്ട് ഒരു വെളിപ്പാടകലെ ഫയർഫോഴ്സ് ഉള്ളതുകൊണ്ടും പെട്ടെന്ന് അധികൃതർ എത്തുകയും ആക്ട് ചെയ്യുകയും ചെയ്തു. ജനപ്രതിനിധികളും നാട്ടുകാരും ഒക്കെ തന്നെ രക്ഷാപ്രവർത്തനം എത്തുകയും ചെയ്തു, പെട്ടെന്ന് അടയ്ക്കുകയും ചെയ്തു. ഇത് മറ്റൊരു സ്ഥലത്തായിരുന്നെങ്കിൽ സ്ഥിതി മാറുമായിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്തായാലും ഇതിന് കാരണം എന്താണ്, ഇതിന് വേണ്ടത്ര സൗകര്യങ്ങളും സുരക്ഷയും ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളിൽ അധികൃതർ പരിശോധന തുടരും. ശരി നടരാജ്, എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. ആളപായമില്ല എന്നുള്ളതും വലിയ ആശ്വാസകരമാണ്. വലിയ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി. തീർച്ചയായിട്ടും വലിയ സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്ന് വെച്ചാൽ ഈ തീപിടുത്തം ആദ്യത്തെ 2 ബൈക്കുകൾ കത്തിയ ഉടനെ തന്നെ റെയിൽവേ പോലീസിനെ നാട്ടുകാർ യാത്രക്കാർ വിവരം അറിയിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല.